ഇതിനെ കുറിച്ച് പറയണ്ടായിരുന്നേ ഫൗണ്ടേഷനിലെ ഫൗണ്ടേഷൻസ് പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഷാലോ ഫൗണ്ടേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? സ്പ്രെഡ് ഫൂട്ടിങ് വരുന്നുണ്ട്, അതിൻ്റെ ഫിഗർ പറഞ്ഞു. അതുപോലെ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അതെവിടേക്ക് യൂസ് ചെയ്യുക, ഇങ്ങനെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റെപ്പ്ഡ് പറഞ്ഞു. സ്റ്റെപ്പ്ഡ് ഒന്നും കൂടി പറയാം. എന്താണ്? എ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഡിസൈൻ ടു ഹാൻഡിൽ അൺഈവൻ ഓർ സ്ലോപ്പ്ഡ് ടെറൈൻ ബൈ ക്രിയേറ്റിംഗ് എ സീരീസ് ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെപ്സ്. എന്താണ്? അൺഈവൻ അല്ലെങ്കിൽ സ്ലോപ്പ്ഡ് ആയിട്ടുള്ള ടെറൈനിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ടെറൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ജിയോളജിക്കലായിട്ടുള്ള എർത്തിൻ്റെ നേച്ചർ, അതിനെയാണ് ടെറൈൻ എന്ന് പറയുക. സ്ലോപ്പ്ഡ് ടെറൈൻ ബൈ ക്രിയേറ്റിംഗ് എ സീരീസ് ഓഫ് ഹൊറിസോണ്ടൽ സ്റ്റെപ്സ്. എന്താണ്? ഹൊറിസോണ്ടൽ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫൂട്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്? എൻഷുറിങ് എ സ്റ്റേബിൾ ബേസ് ഫോർ ദി സ്ട്രക്ചർ ഇയും കൂടി ഉണ്ട്. ഒരു സ്റ്റെബിലിറ്റി, നമ്മുടെ സ്ട്രക്ചറിന് കൂടുതൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലോപ്പ്ഡ് ആയിട്ടുള്ള സർഫസസ് വരുമ്പോൾ സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. എന്താണ് പിന്നെ പറയുന്നത്? ദേ ആർ ബിൽറ്റ് വിത്ത് ലെയേഴ്സ് ഓർ സ്റ്റെപ്സ് ഓഫ് ഫൗണ്ടേഷൻ സെക്ഷൻസ് പ്ലേസ്ഡ് വൺ ഓൺ ടോപ്പ് ഓഫ് അതർ. എന്താ പറയുന്നത്? ലെയർ ഓർ സ്റ്റെപ്സ്. എന്താണ്? ഒരു ലെയർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ്. സ്ക്രീൻ പോയോ? വന്നൂലോ. എന്താണ്? ദേ ആർ ബിൽറ്റ് വിത്ത് ലെയേഴ്സ് ഓർ സ്റ്റെപ്സ്. എന്താണ്? ഒരു ലെയർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ അത്ര ഫൗണ്ടേഷൻ ചെയ്യുക. പ്ലേസ്ഡ് വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിലാണ് ഈ സ്റ്റെപ്പുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ്? സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്സ് ആർ ഡിസൈൻ ടു ക്രിയേറ്റ് എ ലെവൽ ഫൗണ്ടേഷൻ ഓൺ സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. എന്താണ്? സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ഒരു ലെവൽ സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ് ചെയ്യുന്നത്. പ്രിവെൻറ്റിങ് അൺഈവൻ സെറ്റിൽമെൻറ്റ് ആൻഡ് സ്ട്രക്ചറൽ ഡാമേജ്. എന്താണ്? സ്ട്രക്ചറൽ ഡാമേജും അതുപോലെ തന്നെ എന്താണ്? അൺഈവൻ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സെറ്റിൽമെൻറ്റ്? തറ ഇരുന്ന് പോവുക അല്ലേ? അതായത് ലോഡ് ചില സ്ഥലത്ത് കൂടുതൽ വരും. ആ സമയത്ത് എന്താണ്? ആ ഫൗണ്ടേഷന് അല്ലെങ്കിൽ ആ ബേസ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ലോഡിനെ ബെയർ ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ എന്ത് പറ്റും? ഫൗണ്ടേഷൻ ഡാമേജ് വരും അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡാമേജ് സംഭവിക്കും. അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തിനു പറ്റും? സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിന് പറ്റും. ദേ കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് കോൺക്രീറ്റ് സ്റ്റെപ്സ് ദാറ്റ് ഫോളോ ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീരീസ് ഓഫ് കോൺക്രീറ്റ് സ്റ്റെപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എഫക്റ്റീവ്ലി സ്റ്റെപ്പിംഗ് ഡൗൺ ടു അക്കോമഡേറ്റ് ദി ഇൻക്ലൈൻഡ്. അതായത് സ്ലോപ്പ് എങ്ങനെയാണ്? ഒരു ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? ഇങ്ങനൊരു സ്ലോപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഒരു ഇൻക്ലൈൻഡ് ലൈൻ, ഒരു ചെരിവ് പ്രതലമായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് എന്താണ്? സ്റ്റെപ്പിംഗ് ഡൗൺ ചെയ്യുന്ന രീതിയിലായിരിക്കും, അതായത് ഇങ്ങനെ താഴേക്ക് പോകുന്ന രീതിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ഫൗണ്ടേഷൻ്റെ ഓരോ ലെയറും ഉണ്ടായിരിക്കുക. അതായത് ഓരോ സ്റ്റെപ്പുകളും അല്ലെങ്കിൽ ഓരോ ലെയറുകളും ഉണ്ടായിരിക്കുക. എങ്ങനെയാണ്? ആ ഇൻക്ലൈൻഡ് ലൈനിനെ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസിനെ അതേ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന രീതിയിലായിരിക്കും. പിന്നെന്താ പറയുന്നത്? സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്സ് ക്യാൻ ബി മോർ എക്കണോമിക്കൽ ദാൻ എക്സ്റ്റെൻസീവ് ഗ്രൗണ്ട് ലെവലിംഗ് മെത്തേഡ്. എന്താണ്? എക്സ്റ്റെൻസീവ് അല്ല, എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്താണ്? നമുക്ക് എന്താണ് ലെവൽ ചെയ്യാം അല്ലേ? ഈ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന സർഫസസിനെ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലെയിൻ ആക്കിയിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറേ മണ്ണ് ഉപയോഗിച്ച് നമുക്ക് അത് ലെവൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? അവിടെ ഒരു ഫൗണ്ടേഷൻ ചെയ്യാം. പക്ഷെ എന്താണ്? ചിലപ്പോൾ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആവശ്യം വരും. അത്രത്തോളം ലാൻഡ് നമുക്ക് ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് എന്താവശ്യം വരും? കൂടുതൽ കോസ്റ്റ് ആവശ്യം വരും ചില സിറ്റുവേഷനിൽ. അല്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് ആ സാൻഡ് ഫില്ലിങ് ചെയ്യാൻ പറ്റാതെ വരും. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ് യൂസ് ചെയ്യുക. അതായത് എക്സ്പെൻസീവ് ആവുന്ന ഗ്രൗണ്ട് ലെവലിംഗ് മെത്തേഡ്സ് എക്സ്പെൻസീവ് ആവുന്ന സിറ്റുവേഷനിൽ
നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്സ് കൊടുക്കും. അതുപോലെ തന്നെ ഈ സാൻഡ് ഫില്ല് ചെയ്ത് വരുന്ന അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ആ സോയിലിന് ചിലപ്പോൾ എന്തുണ്ടായിരിക്കില്ല, ലോഡ് ബെയറിങ് കപ്പാസിറ്റി കുറവുള്ള സോയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഉള്ള സോയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഗ്രൗണ്ട് ലെവൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ. ക്ലിയർ ആയോ? മിണ്ടുന്നില്ല ആരും? ഇതാണ് എന്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഫിഗർ കേട്ടോ. അടുത്ത എന്താണ് വരുന്നത്? ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കുറച്ച്. എന്താണ്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. നമ്മൾ ഫിഗറൊക്കെ ഇന്നലെ കാണിച്ചു തന്നു. ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉണ്ട്. നമുക്ക് പേരിൽ തന്നെ ഉണ്ട് അത്. സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റീലായിരിക്കും യൂസ് ചെയ്യുക. സ്റ്റീൽ സെക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ടിമ്പർ ആകുമ്പോൾ എന്താണ്? ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആകുമ്പോൾ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുക? ടിമ്പറാണ് യൂസ് ചെയ്യുക. ടിമ്പറിൻ്റെ പ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മരത്തടി. ഇതിനാണ് എന്ത് പറയുക? പ്ലാങ്ക് എന്ന് പറയാം. നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ളത് കേട്ടോ. നോക്കാം. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഈ ഫിഗർ കണ്ടാൽ അറിയാലോ, ഒരൊറ്റൊരു കോളല്ലേ വരുന്നുള്ളൂ അല്ലേ? രണ്ടിലും ടിമ്പർ ആണെങ്കിലും സ്റ്റീലാണെങ്കിലും എന്താണ്? ഒരൊറ്റൊരു കോളേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് സ്യൂട്ടബിൾ ഫോർ ദി സോയിൽ ഓഫ് പുവർ ബെയറിംഗ് കപ്പാസിറ്റി. എന്താണ്? അവിടുത്തെ സോയിലിന് എന്താണ്? ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക കേട്ടോ. പുവർ ബെയറിംഗ് കപ്പാസിറ്റി. ദ ഡെപ്ത് ഈസ് ലിമിറ്റഡ് ഫ്രം 1 to 1.5 മീറ്റർ. എന്താണ് പറഞ്ഞത്? ഡെപ്ത് എത്രത്തോളം ഉണ്ട്? 1 തൊട്ട് 1.5 മീറ്റർ വരെയാണ് എന്ത് വരുന്ന ഗ്രില്ലേജ് ഫൗണ്ടേഷൻസിൻ്റെ ഡെപ്ത് വരുന്നത്. ക്ലിയർ അല്ലേ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്താണെന്ന്? ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നാണ് പറയുക. അതുപോലെ എന്താണ്? എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുക? സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെപ്ത് എത്രയൊക്കെ വരുന്നത്? ലിമിറ്റ് പറഞ്ഞ ഡെപ്തിൻ്റെ 1 to 1.5 മീറ്റർ വരെ ഡെപ്ത് വരുന്നുണ്ട്. അടുത്തത് നോക്കിയ ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ടൈപ്സ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എന്താണ്? സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആൻഡ് ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? 2 ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ്, ഒന്ന് സ്റ്റീലും മറ്റൊന്ന് ടിമ്പറുമാണ്. നമ്മൾ പടത്തിൽ കണ്ട പോലെ ഇതേ ആദ്യത്തെ ഫിഗർ ഇതെന്താണ്? ടിമ്പറാണ്. വുഡൻ പ്ലാങ്ക്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു ബീം കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. താഴെ എന്താണ്? വുഡൻ്റെ തന്നെ ഒരു പ്ലാങ്ക് ഉണ്ട്. മുകളിൽ വാള് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോളം. ഇവിടെ എന്താണ് വരുന്നത്? സ്റ്റീലാണ് വരുന്നത് അല്ലേ? സ്റ്റീലിൻ്റെ ഐ സെക്ഷൻസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഐ സെക്ഷൻസ് കണക്ട് ചെയ്ത് ഒരു ബീം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് സ്റ്റീൽ ബീം. കണ്ടോ? സ്റ്റീൽ ബീമാണ്. മുകളിൽ ഒരു കോളം വരുന്നുണ്ട് സ്റ്റീലിൻ്റെ തന്നെ. താഴെ ഒരു കോൺക്രീറ്റ് വരുന്നുണ്ട്. PCC ഒക്കെ പോലെ തന്നെ എന്താണ്? ഒരു കോൺക്രീറ്റിൻ്റെ ലെയർ വരുന്നുണ്ട്.
ക്ലിയർ അല്ലേ? അത് ഇതാണ് ജോയിന്റുകൾ ചെയ്യുന്നതാണ്. ബോൾട്ടൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, തൃശ്ശൂർ മറ്റേ ശക്തൻ്റെ അവിടെ ഒരു മറ്റേ ആകാശപാതയില്ലേ, അവിടെയൊക്കെ കൂടുതലും സ്റ്റീലിൻ്റെ ഇതുപോലുള്ള ഇത് കാണാം. ഫൗണ്ടേഷൻസ് അല്ല, ഇതുപോലെ പില്ലറുകൾ സ്റ്റീലിൻ്റെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? എന്താ സ്റ്റീൽ പില്ലറുകൾ കണ്ടിട്ടില്ലേ അവിടെ? അതില് സ്റ്റീലിന്റെ വർക്ക്സ് ഉണ്ട്, സ്റ്റീലിന്റെ വർക്കുകൾ വരുന്നുണ്ട് അവിടെ. ഇതുപോലെ സ്റ്റീലിന്റെ ഐ സെക്ഷൻസ് ഒക്കെ കാണാം. ഐ സെക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുള്ളതല്ലേ സ്റ്റീലിന്റെ ഐ സെക്ഷൻസ്? നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഐ സെക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ലോഡ് വരുന്ന സ്ഥലങ്ങളിൽ ഫൗണ്ടേഷൻസിന് അത്ര അധികം ഉണ്ടാവില്ല, പഴയ വീടുകൾക്ക് ചെയ്തിട്ടുള്ളതിന്. അപ്പോൾ ഇതാണ് എന്ത്, സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ വുഡൻ അല്ലെങ്കിൽ ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കേട്ടോ. എന്താണ് ആദ്യത്തെ സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ? സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഈസ് കൺസ്ട്രക്റ്റഡ് ഓഫ് സ്റ്റീൽ ബീംസ്. എന്ത് വെച്ചാൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള? പേരിൽ തന്നെയുണ്ട്, എന്താണ്? സ്റ്റീൽ ബീംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഫിഗറിലും കണ്ടു, സ്റ്റീൽ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ ബീംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? സ്റ്റീലിൻ്റെ ഐ ജോയിൻറ്റ്സ് അല്ല, ഐ സെക്ഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ്? ബീംസ് ലെയ്ഡ് ഇൻ 2 or more tiers are known as rolled steel joist. എന്താണ്? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? RSJ എന്നാണ് പറയുക, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജോയിൻറ്റ്സ് അല്ല, ജോയിസ്റ്റ് കേട്ടോ. എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഐ സെക്ഷൻസ് ഇല്ലേ, അതുപോലെ വരുന്ന. ഇപ്പോൾ ഐ സെക്ഷൻ അല്ലാതെ ഏതൊക്കെ സെക്ഷൻ വരാം? സി സെക്ഷൻ കണ്ടിട്ടുണ്ടോ? ഐ അല്ലാതെ സി ഉണ്ട്. പിന്നെ ഏത് സെക്ഷൻസ് ഒക്കെ അറിയാം സ്റ്റീലിൻ്റെ? എല്ലില്ലേ? എല്ലുണ്ട്. ആ, അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റീലിനെ ഇതുപോലുള്ള സെക്ഷൻസ്, അതായത് ഐ സെക്ഷൻസ്, അതുപോലെ സി, എൽ, അതുപോലുള്ള സെക്ഷൻസ് ആക്കിയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഈ ടയേഴ്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ലെയറുകളെയാണ്. ഇവിടെ ഓരോ ലെയറുകളല്ല, സ്റ്റീൽ ബീംസിൻ്റെ ഓരോ ലെയറുകളാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? അതിനെയാണ് ഈ ടയേഴ്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഓരോ ടയർ കേട്ടോ. നോക്കിയേ, സ്റ്റീൽ ബീംസ് തന്നെ കൊടുത്തിട്ട് 1, 2, 3 അല്ലേ, 3 ബീമുകൾ വരുന്നുണ്ട് സ്റ്റീലിൻ്റെ, കണ്ടോ? ഇതൊരെണ്ണം, അതായത് ഇതൊരെണ്ണം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, കണ്ടോ? സ്റ്റീൽ ബീംസ് കണ്ടില്ലേ? സ്റ്റെപ്പ്ഡ് ഫൗണ്ടേഷൻ പോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ, അതായത് ഒരെണ്ണം നമ്മൾ ബ്രിക്കുകൾ വെക്കുന്ന പോലെ തന്നെ ഒരെണ്ണം ഇങ്ങടാണെങ്കിൽ ഒരെണ്ണം നേരെ തിരിച്ചിട്ട്, അതായത് ഓട് കോഴ്സും ഈവൻ കോഴ്സും ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള, അതായത് താഴെയുള്ള കോഴ്സും ഈ കോഴ്സും ഒരേപോലെ ആയിരിക്കും. കണ്ടോ? ഐ സെക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് രണ്ടിൻ്റെയും, കണ്ടോ? ഇപ്പുറത്ത് നോക്കിയാൽ രണ്ടാമത്തേൽ നോക്കിയാൽ ഐ സെക്ഷൻസ് ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ഇതിനെന്താ പറയുക? എന്തോ ഒരു മലയാളത്തിലൊരു ടേം പറയില്ല ഇങ്ങനെ വെക്കുന്നതിന്. എന്താ? ആ, ഇവിടെ അങ്ങനെയല്ല, ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല, വേറെന്തോ ഒരു ടൈമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് എന്ന് പറയും. അതായത് ഒരു കോഴ്സ് ചെയ്ത് അടുത്തത് ഓട് കോഴ്സ് ചെയ്യുക. അതായത് ഓട് കോഴ്സ് ആദ്യം കൊടുക്കും. ആദ്യം എന്താണ് ഓട് കോഴ്സ്,
രണ്ടാമത്തെ നമ്മൾ ഈവൻ കോഴ്സ് കൊടുക്കും. വീണ്ടും എന്ത് കോഴ്സാണ് വരിക? ഓഡ് കോഴ്സ് അല്ലേ? ഇപ്പം എന്താണ് പറയുക? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഒന്ന് ഇടവിട്ടിട്ട് വരുന്ന കോഴ്സുകൾ. മനസ്സിലായി? ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുക? സ്റ്റീൽ ജോയിസ്റ്റുകൾ സ്റ്റീൽ ബീംസ് ആക്കി ചെയ്തിരിക്കുക. കറക്റ്റ് അല്ലേ? മലയാളം ടേം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇങ്ങനെ ഒന്നിടവിട്ട് വയ്ക്കുക. ആദ്യത്തെ ഓഡ് കോഴ്സ്, പിന്നെ ഈവൻ കോഴ്സ്, വീണ്ടും എന്ത് വരും? ഓഡ് കോഴ്സ് വരും, ഈവൻ കോഴ്സ് വരും. ഓടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒറ്റ. ഈവൻ ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സും അറിയില്ലേ? ആ, ഇപ്പം എന്താണ് ഓഡ്? ആ, ഈവൻ ഇരട്ട. ഇരട്ട എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അല്ലേ? അപ്പോൾ ഓഡ് കോഴ്സ് ആദ്യം, ഇവൺ കോഴ്സ്, വീണ്ടും എന്ത് വരും? ഓഡ് കോഴ്സ് വരും, അതിൻ്റെ മുകളിൽ ഇവൺ കോഴ്സ് വരും. അതുപോലെയാണ് ഇതിൽ 3 കാണിച്ചിട്ടുണ്ട് സ്റ്റീൽ ബീംസ് കേട്ടോ. നമുക്ക് മേഴ്സൺറിയിൽ കറക്റ്റ് പഠിക്കാനുണ്ട്. ഓഡ് കോഴ്സ്, ഇവൺ കോഴ്സ്, ഓഡ് കോഴ്സ്, ഇവൺ കോഴ്സ്. ക്ലിയർ അല്ലേ? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റുകളാണ് എന്തിന് യൂസ് ചെയ്യുന്ന? സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫിഗർ. അടുത്ത എന്താണ്? ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് പേരിൽ തന്നെയുണ്ട്. എന്തായിരിക്കും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ? ടിമ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താണ്? ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ ടിമ്പർ കോളംസ് ഓഫ് ഹെവി ലോഡ് ഓർ മേസൺറി വാൾ. എന്താണ്? മേസൺറി വാൾ അതുപോലെ തന്നെ ഹെവി ലോഡ്സ് വരുമ്പോൾ നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷനിൽ എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും? ടിമ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആദ്യകാലത്താണ് കേട്ടോ ടിമ്പറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, ടിമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ, ബാമ്പു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുക, ഫോട്ടോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ. കാണാത്തവർക്ക് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ. ചിലപ്പോൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഐഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഷ്വൽ ചിലപ്പോൾ കിട്ടാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഫിഗറുകൾ കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മളെപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യല്ലോ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചില ഫിഗറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. എന്താണ് മേസൺറി? ടെൻ സെന്റിമീറ്റർ റേഡിയസ് ഉള്ളതോ? നമ്മുടെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ 10 സെന്റിമീറ്റർ? ആ, ഡൈ ആണെങ്കിലും കൂടുതലല്ലേ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ? അത്ര ഉണ്ടാവോ? ഉണ്ടാവോ? ഇവിടെയൊക്കെ കിട്ടൂല. ഇതാണ് ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്? ടിമ്പറാണ്. അതുപോലെ തന്നെ എന്താണ്? പ്രൊവൈഡഡ് ഫോർ ടിമ്പർ കോളംസ് ഓഫ് ഹെവി ലോഡ് ഓർ മേസൺറി വാൾസ്. മേസൺറി വാൾസിൻ്റെ അതുപോലെ തന്നെ ഹെവി ലോഡ്സ് വരുന്നിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ടിമ്പർ കോളംസ് അല്ലെങ്കിൽ ടിമ്പർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ്? ടിമ്പർ പ്ലാങ്ക്സ് ആൻഡ് ബീംസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റീൽ ജോയിസ്റ്റ്. എന്താണ്? സ്റ്റീൽ ജോയിസ്റ്റിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ടിമ്പർ പ്ലാങ്ക്, മരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബീംസ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞില്ല, ഓരോ ലെയേഴ്സ് ആയിട്ട് ചെയ്യണമെന്ന്. അതുപോലെ ഓരോ ബീം വരുന്ന പോലെ തന്നെ ഓരോ ലെയേഴ്സ് നമ്മളിവിടെ ചെയ്ത പോലെ ഇതിൽ ഓരോ ബീം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടിമ്പറിൻ്റെ പ്ലാങ്കുകൾ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു ബീം പോലെ കൺസ്ട്രക്റ്റ് ചെയ്യും. അതാണ്
എന്ത് ടിമ്പർ ബീംസ് എന്ന് പറഞ്ഞേട്ടോ, ടിമ്പർ പ്ലാങ്ക്സ് ആൻഡ് ബീംസ് കേട്ടോ. അതായത് ടിമ്പറിൻ്റെ പ്ലാങ്കുകൾ, അതായത് മരത്തടികൾ ഉണ്ടായിരിക്കുമല്ലോ, അതിങ്ങനെ ഒരുമിച്ച് ജോയിൻ ചെയ്ത്, നേരത്തെ നമ്മൾ സ്റ്റീൽ ജോയിൻറ്റുകളാണ് പറഞ്ഞത് അല്ലേ, ഐ സെക്ഷൻസ് ജോയിൻ ചെയ്ത് ബീമുകൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് മരത്തടികൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ബീം ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയാസ്. എന്താണ് വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ? ഇപ്പോൾ ഈ വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യാൻ എന്താ കാരണം? കൊറോഷൻ സംഭവിക്കും അല്ലേ, അല്ലെങ്കിൽ കൊറോയിഡായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ടിമ്പർ യൂസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയാസ് വേർ ദ ബെയറിംഗ് പവർ ഓഫ് സോയിൽ ഈസ് ലോ. എന്താണ് സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. പിന്നെന്താണ് ആൻഡ് വേർ സ്റ്റീൽ ബീംസ് മേ ഗെറ്റ് കൊറോയിഡ്. എന്താണ് സ്റ്റീൽ ബീംസ് എന്ത് സംഭവിക്കും? കൊറോഷൻ സംഭവിക്കും, അതായത് തുരുമ്പ് പിടിച്ച് ഡാമേജ്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടിമ്പർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതേ സെയിം തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്. ഓരോ മെറ്റീരിയൽസ് മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. പിന്നെ ടിമ്പർ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ടർ ലോഗ്ഡ് ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സോയിലിൽ യൂസ് ചെയ്യും. പിന്നെ എന്താണ് സ്റ്റീൽ ബീംസ് യൂസ് ചെയ്ത് വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ സ്റ്റീൽ ബീംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റീൽ ബീംസ് തുരുമ്പ് പിടിക്കും, അതായത് കൊറോഷൻ സംഭവിക്കും. അതുപോലെ എന്താണ് പെട്ടെന്ന് അത് ഡാമേജ്ഡ് ആയി പോവും, നമുക്ക് കുറേ എക്സ്പെൻസ് ചിലവാകും. അതുകൊണ്ടുള്ളതൊക്കെയാണ് നമ്മൾ ടിമ്പർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, കുറച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. എക്സാമിന് മുമ്പ് നമ്മൾ കവർ ചെയ്ത് പോകണ്ടേ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരുവിധം ടോപ്പിക്കുകളായതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ വിടുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് തോന്നുന്നതുകൊണ്ടാണ്. നോക്കിയേ, ഒരു പ്ലാൻ നോക്കിയേ ഫൗണ്ടേഷൻ്റെ, കണ്ടോ? താഴെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? വുഡൻ പ്ലാങ്ക്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലേ അല്ലേ? ഇപ്പുറത്തേക്ക് മുകളിലത്തെ ലെയർ വന്നപ്പോൾ എന്താണ്? അവിടെ ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ബ്രിക്കുകൾ അങ്ങനെ അടക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? വെർട്ടിക്കാലിറ്റി അവിടെ ക്രിയേറ്റ് ആവും. അതായത് ഇങ്ങനെ മാത്രം മുകളിൽ അടക്കി വെച്ചാൽ എന്താണ്? ഇതിൻ്റെ ഇടയിൽ എന്ത് വരും? ഒരു വെർട്ടിക്കൽ ഗ്യാപ്പുകൾ വരും. ആ വെർട്ടിക്കൽ ഗ്യാപ്പുകൾ വന്നാൽ എന്താണ്? അത് നേരെ താഴെ വീഴും അല്ലേ? നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിക്കാണെന്ന് വിചാരിക്കുക. ബ്രിക്ക് നമ്മൾ ഇങ്ങനെ തന്നെ അടക്കി വെച്ച് പോവാം. ഇങ്ങനെ തന്നെ അടക്കി വെച്ച് പോയാൽ എത്രത്തോളം ബ്രിക്ക് അങ്ങനെ തന്നെ ഇരിക്കും എന്നാണ്. ഇതിൻ്റെ ഇടയിൽ ഇതൊരു വെർട്ടിക്കൽ ജോയിൻറ്റുകളാണ്. അതായത് വെർട്ടിക്കാലിറ്റി വരും എന്ന് പറയാം. അതിൻ്റെ എന്താണ്? വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഫോം ചെയ്ത് ഇതെന്ത് പറ്റും? വീണ് പോവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രിക്കുകൾ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്നത്. കണ്ടിട്ടില്ലേ? നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കാലിറ്റി വരുന്നില്ല, കണ്ടോ? ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ല, കണ്ടോ? അതിനെയാണ് പറയുക ലാപ്പ് ജോയിൻ്റ് എന്ന് പറയും നമ്മൾ. അത് മെയ്സ് സെൻറ്ററിൽ പഠിക്കാനുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞതാ. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ വുഡൻ്റെ പ്ലാങ്കുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെയാണ്, കണ്ടോ? താഴെ ഓട് കോഴ്സിൽ പ്ലാങ്കുകൾ ചെയ്തിരിക്കുന്നു. മുകളിലേക്ക് വന്നപ്പോൾ എന്തായി? ഈവൺ കോഴ്സ്, അതായത് താഴെ പ്ലാങ്കുകൾ അടക്കി വെച്ചിരിക്കുന്നു. ഇവിടെ എന്താണ്? വുഡൻ്റെ ബീംസ് കൊടുത്തിരിക്കുന്നു, കണ്ടോ? താഴെ പ്ലാങ്കുകളാണ്, മുകളിലേക്ക് അത് ബീമുകളായി. വീണ്ടും എന്ത് വരും? നമുക്ക് ഹൈറ്റൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇതിനും കൂടുതൽ ലെയേഴ്സ് വരും. ഇവിടെ നോക്കിയേ, കണ്ടോ? താഴെ പ്ലാങ്കുകൾ കണ്ടോ? ഇതൊരു പ്ലാങ്ക്,
ഇങ്ങനെ പ്ലാങ്കുകൾ കണ്ടോ, ഓരോ പീസുകളാണ് പ്ലാങ്കുകളുടെ. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കണേ. മുകളിൽ എന്താണ്, ഒരൊറ്റ ഒരു ബീം. എന്താണ് കണ്ടോ, മുകളിൽ വുഡൻ്റെ ഒരൊറ്റ ബീം. വീണ്ടും എന്ത് വരുന്നുണ്ട്, പ്ലാങ്കുകൾ വരുന്നുണ്ട്. കണ്ടോ പ്ലാങ്കുകൾ. അതെന്താണ്, ഇത് ഓട് കോഴ്സാണ്, ഇതെന്താണ് ഈവൻ കോഴ്സാണ്. വീണ്ടും എന്ത് വന്നു, ഓട് കോഴ്സ് വന്നു. കണ്ടോ, നമ്മൾ നേരത്തെ സ്റ്റീൽ ഗ്രില്ലേജ് ഫൗണ്ടേഷനിൽ പറഞ്ഞ സെയിം തന്നെ. പ്ലാങ്കുകൾ വെക്കുന്നു, മുകളിൽ വുഡൻ്റെ ബീം വരുന്നു, വീണ്ടും പ്ലാങ്കുകൾ വെക്കുന്നു. ഇത് എന്താണ്, ബെയറിംഗ് കപ്പാസിറ്റി, അതുപോലെ എത്രത്തോളം ലോഡ് വരുന്നതിനനുസരിച്ച് എന്ത് മാറിയിരിക്കും, ഈ വുഡ് ആൻഡ് പ്ലാങ്ക്സിൻ്റെ നമ്മൾ വേറെ മെറ്റീരിയൽസ് നല്ല സ്ട്രെങ്ത് ഉള്ള വുഡുകൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷനിൽ മാറ്റം വരും കേട്ടോ. ക്ലിയർ അല്ലേ വുഡ് വരുന്നത്? ഇത് നോക്കിയാൽ മതി. ഇത് നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സെക്ഷനിൽ നോക്കുക, സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇങ്ങനെയാണ് സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പകുതിയിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടിരിക്കുക. ക്ലിയർ അല്ലേ? ഫിഗർ നന്നായിട്ട് നോക്കാം കേട്ടോ. ഫിഗർ പറ്റുകയാണെങ്കിൽ വരയ്ക്കുക, വരച്ചൊന്ന് നോക്കുക, വരച്ച് പഠിക്കുക. നോട്ടിൽ എന്തായാലും ഫിഗർ വരച്ചിട്ട് തന്നെ നോട്ട്സ് എഴുതാം കേട്ടോ. അടുത്ത എന്താ വരുന്നത്, ഡീപ്പ് ഫൗണ്ടേഷനാണ് കേട്ടോ വരുന്നത്. എന്താണ്, ഡീപ്പ് ഫൗണ്ടേഷനാണ് വരുന്നത്. എന്താണ് ഡീപ്പ് ഫൗണ്ടേഷൻ ആദ്യം വരുന്നത്, വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ, പൈലുകൾ തന്നെയാണ്. എന്താണ്, കോൺക്രീറ്റ് പൈലുകൾ. അതായത് ഈ സർക്കുലർ പോർഷനിൽ ഈ ഒരുവിധം ബ്രിഡ്ജിന്റെ താഴെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, സർക്കുലർ ആയിട്ട് ഉള്ളത് കണ്ടിട്ടുണ്ടോ? അതായത് ഇത് കോൺക്രീറ്റ് ആണ്, കണ്ടോ, ഇത് കോൺക്രീറ്റ് ആണ്. അതായത് ഇതൊരു റൗണ്ടാ, ഇങ്ങനെ റൗണ്ട്. ഇത് സെക്ഷൻ കട്ട് ചെയ്ത് ഇതിൽ മൊത്തം എന്തായിരിക്കും, കോൺക്രീറ്റ് ആയിരിക്കും. മനസ്സിലായോ? കോൺക്രീറ്റിൻ്റെ ഒരു റൗണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നതാ. ഞാൻ വേണമെങ്കിൽ എന്താ എന്താണെന്ന് അങ്ങനെയും ചെയ്യാം. ഫൗണ്ടേഷൻസ് ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നിൽക്കുന്നു, അതുകൊണ്ടാണ് ഫിഗർ കണ്ടോ. കുറച്ചുകൂടി ക്ലിയർ ആവുന്ന ഫിഗർ കാണിച്ചു. കണ്ടോ, ഇതിലെന്താണ്, സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വെൽ സ്റ്റെയിനിങ് എന്ന് പറയും അതിനെ. അതായത് ആ റൗണ്ടിന് നമ്മൾ എന്ത് പറയും, സ്റ്റെയിനിങ്. കണ്ടോ, STEINING സ്റ്റെയിനിങ് എന്ന് പറയാം ആ റൗണ്ടിന്. കോൺക്രീറ്റിന്റെ ആ റൗണ്ടിന് നമ്മൾ എന്ത് പറയും, സ്റ്റെയിനിങ് എന്ന് പറയാ. കണ്ടോ, സാൻഡ് ഫില്ല് ചെയ്യും. ഈ ഫിഗർ നോക്കിയേ, ഇതാണ് വെൽ ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് കാണിച്ചു തന്നതാണ്. കണ്ടോ,
എന്താണ് ഒരു ഓപ്പൺ ആയിട്ടുള്ള മുകൾ ഭാഗവും താഴെ ഭാഗവും ഓപ്പൺ ആയിട്ടുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ഈ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. താഴെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ബോട്ടം പ്ലഗ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ടോപ്പ് പ്ലഗും കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? കണ്ടോ? ഇതും ഇതും കണ്ടോ? ഇത് രണ്ടും മാത്രമാണ് എന്ത് വരുന്നത്? സ്റ്റെയിനിങ് വരുന്നത്. സ്റ്റെയിനിങ് എന്ന് പറയാം. രണ്ട് സ്റ്റെയിനിങ് പോർഷൻസ് മുകളിലും താഴെ ഓപ്പൺ ആയിരിക്കും. അടുത്ത താഴെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു കർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെയായിരിക്കും. അതൊരു എഡ്ജ് കട്ടിങ് കൊടുക്കും. കണ്ടോ? ഒരു എഡ്ജാണ് ഇവിടെ. അതിനൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് തിയറിയിൽ പഠിക്കാനുണ്ട്. ഇതാണ് എന്ത് വെൽ ഫൗണ്ടേഷൻ വരുന്ന. മുകളിൽ നമ്മൾ എന്ത് കൊടുക്കും? ടോപ്പ് പ്ലഗ് കൊടുക്കും. താഴെ നമ്മൾ എന്ത് കൊടുക്കും? ബോട്ടം പ്ലഗ് കൊടുക്കും. മുകളിൽ എന്താണ്? വെൽ ക്യാപ്പ്, ഒരു കോൺക്രീറ്റിൻ്റെ ക്യാപ്പ് നമ്മൾ കൊടുക്കും. അതിന് മുകളിലേക്കാണ് എന്ത് വരിക? നമ്മുടെ ലോഡ് വരിക. അതായത് ഈ വെൽ ക്യാപ്പിൻ്റെ മുകളിലായിരിക്കും നമുക്ക് എന്ത് വരിക? ഇതാണ് വെൽ ക്യാപ്പ്. ഇതിൻ്റെ മുകളിലേക്കായിരിക്കും നമുക്ക് ലോഡ് വരിക. ഒരു കിണർ പോലെ ഉണ്ടാവൂലേ? ആ, അതായത് നേരത്തെ ആ റൗണ്ട് കാണിച്ചില്ലേ? അതാണ്. അതുകൊണ്ടാണ് വെൽ ഫൗണ്ടേഷൻ വരാനുള്ള കാരണം. എന്ന് വെച്ച് കിണറിൽ ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത്. കിണറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിൻ്റെ ഒരു ഷേപ്പ് വെച്ച് എന്താണ്? റൗണ്ടാണ് വരുന്നത്. ഒരു വെല്ലിന്റെ ഷേപ്പാണ് വരുന്നത്. ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് അതിനെ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ വെല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ കയറാത്തവരായിരിക്കാം, ചിലപ്പോൾ മറന്നു പോയിട്ടായിരിക്കാം. വെല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ കിണറിൻ്റെ സംഭവങ്ങൾ വെച്ച് തട്ടിവിടരുത് എക്സാമിന്. വെൽ ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഒരു വെല്ലിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. വെൽ ഫൗണ്ടേഷൻ ഈസ് എ ബോക്സ് മെയ്ഡ് ഓഫ് ടിമ്പർ, മെറ്റൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഓർ മേസൺറി. എങ്ങനെയൊക്കെ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ടിമ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതുപോലെ മെറ്റൽ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതായത് സ്റ്റീലും കോൺക്രീറ്റും കൂടി ഒരുമിച്ച് വരുന്നു. റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാം. മേസൺറി വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൽ ഫൗണ്ടേഷൻ ചെയ്യാം. ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം എൻഡ്സ് ആർ ഓപ്പൺ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്? എന്ത്? രണ്ട് സ്റ്റെയിനിങ്, അതായത് റൗണ്ടിലുള്ള സ്റ്റെയിനിങ് മാത്രമാണുള്ളത്. അതിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ ബോട്ടം പോർഷൻ എന്താണ്? ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ദീസ് ആർ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ആൻഡ് ബ്രിഡ്ജസ്. എവിടെയാണ് കൂടുതൽ യൂസ് ചെയ്യുക? ബിൽഡിങ്ങും അതുപോലെ തന്നെ ബ്രിഡ്ജസും. ഇത് കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബിൽഡിങ്സിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കം അതുപോലെ ഫ്ലഡൊക്കെ വരുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ ആയിരിക്കും കൂടുതൽ നമ്മൾ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കുക അല്ലേ? അതുപോലെ തന്നെയാണ് അവിടെയൊക്കെ നമ്മൾ ഈ വെൽ ഫൗണ്ടേഷനും കൊടുക്കുക. കണ്ടിട്ടില്ലേ? ഈ റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളുടെ മുകളിൽ ഈ വലിയ വാട്ടർ ടാങ്കുകൾ, ഇതുപോലെയുള്ള സർക്കുലർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ മുകളിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടിട്ടില്ലേ? വലിയ ഹൈറ്റിലൊക്കെ, അതായത് കുറേ സ്ഥലത്തേക്കൊക്കെ വെള്ളം പോകേണ്ട വാട്ടർ ടാങ്കുകളൊക്കെ, പബ്ലിക് വാട്ടർ ടാങ്കുകളൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഹൈറ്റിൽ. അതിനൊക്കെ ഇതുപോലെ സർക്കുലർ ആയിട്ടുള്ള ട്യൂബുകൾ കണ്ടിട്ടില്ലേ? അതാണ് മൈൻഡിൽ കൊണ്ടുവരേണ്ടത് കേട്ടോ. ദർ ആർ യൂസ്ഡ് ഫോർ ബിൽഡിങ്സ് ആൻഡ് ബ്രിഡ്ജസ്. മെയിൻലി എന്താണ്? ബ്രിഡ്ജസിലാണ്, അതായത് വാട്ടർ ലോഗ്ഡ് ഏരിയാസിലാണ് എന്ത് ചെയ്യുക? വെൽ ഫൗണ്ടേഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ബോട്ടം ആൻഡ് ടോപ്പ് എൻഡ്സ് ആർ ഓപ്പൺ. ഈ ഫിഗർ മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. അല്ലാത്ത പക്ഷം എങ്ങനെയായിരിക്കും? ഒരു റൗണ്ടായിരിക്കും കാണുക. ഇങ്ങനെ. ക്ലിയർ? ഞാൻ പറ്റുകയാണെങ്കിൽ
ഇതിൻ്റെ പ്ലാനും കൂടി വരുന്ന ഒരു പിക്ചറും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താണ് വരുന്നത്? ഔട്ട്സൈഡ് ഡയാമീറ്റർ ഓഫ് വെൽ. അതായത് എന്താണ്, ഡയാമീറ്റർ അനുസരിച്ച് എന്തു മാറും? സ്റ്റെയിനിങ്ങിൻ്റെ തിക്നെസ്സും മാറും. കൂടുതൽ വലിപ്പം വരുമ്പോൾ എന്താണ്, കൂടുതൽ ഡയാമീറ്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റെയിനിങ്ങിൻ്റെ തിക്നെസ്സും, അത് നമ്മൾ പറഞ്ഞ ആ റൗണ്ടിൻ്റെ തിക്നെസ്സും കൂടും അല്ലേ? കൂടുതൽ ലോഡ് ബെയർ ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, ഔട്ട്സൈഡ് ഡയാമീറ്റർ ഒരു 3 മീറ്റർ ആണെങ്കിൽ എത്രത്തോളം ആയിരിക്കും സ്റ്റെയിനിങ്ങിൻ്റെ തിക്നെസ് ഉണ്ടായിരിക്കുക? 0.75 മീറ്റർ. അതായത് എത്രത്തോളം സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും? 75 സെൻറ്റിമീറ്റർ വരെയൊക്കെ സ്റ്റെയിനിങ്ങിൻ്റെ തിക്നെസ് പോകും. 75 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ തിക്നെസ്സാണ് പറയുന്നത്. അപ്പം അത്രത്തോളം ഉണ്ടായിരിക്കും, അത്രത്തോളം ലോഡ് ബെയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കും അത്തരം ഫൗണ്ടേഷൻസ്. അടുത്തെന്താണ്, 5 മീറ്റർ ആവണോ? എത്ര തിക്നെസ് വരുന്നേ? 1.20 മീറ്റർ. അതായത് എത്ര സെന്റിമീറ്ററോളം വരും? 120 സെന്റിമീറ്ററോളം വരും കേട്ടോ തിക്നെസ്. അടുത്തത് 7 മീറ്റർ. 200 സെന്റിമീറ്റർ. അതായത് 2 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഇതിന് പ്രത്യേകിച്ച് റേഷ്യോ ഒന്നുമില്ല. അപ്പൊ ഒരു അളവിനൊരു ഇത്രത്തോളം ലിമിറ്റ്, അതായത് ഇത്രത്തോളം വേണം എന്നാലാണ് എന്ത് സംഭവിക്കുള്ളൂ? അതായത് ഇത്രത്തോളം ഡിസ്റ്റൻസ് വരിക. അതായത് ഡയാമീറ്റർ കൂടുമ്പോൾ എന്താണ്, ഇതിൻ്റെ റൗണ്ട് വലുതായിട്ട് വരിക. അങ്ങനെ റൗണ്ട് വലുതായത് മാത്രം കാര്യമില്ലല്ലോ, അതിൻ്റെ തിക്നെസ്സും കൂടിയാലേ നമ്മൾ വിചാരിക്കുന്ന ആ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ വിചാരിക്കുന്ന ലോഡ് അതിന് ബെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യത്തെ കണക്കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് അതിന്റെ 4/1 അല്ല, അത്രയെങ്കിലും വേണം. ഇത്രത്തോളം മീറ്റർ ആകുമ്പോൾ അത്രയെങ്കിലും വേണം നമുക്ക്, എന്നാലേ നമുക്ക് ആ സ്ട്രക്ചറിന്റെ ലോഡ് സ്റ്റെബിലിറ്റിയും ലോഡ് താങ്ങാൻ പറ്റുന്ന ആ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അത്രത്തോളം സ്റ്റെബിലിറ്റി വേണം. ഇതിപ്പോ മാറ്റം അങ്ങനെ ഒരു റേഷ്യോ പറയാനല്ല. നോക്കിയേ, ഇവിടെ ഒരു എന്താ എന്താ കോൺക്രീറ്റ് ആയിരിക്കുമോ? കോൺക്രീറ്റ് ആണ് ചെയ്യാറ്. കോൺക്രീറ്റ് ആയിരിക്കും. വേറെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം, എന്നാലും കോൺക്രീറ്റിന്റെ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത എന്താണ്, ഇത്രയാണ് നമുക്ക് വെൽ ഫൗണ്ടേഷനിൽ പറയാനുള്ളത്. അടുത്ത എന്താണ്, പൈൽ ഫൗണ്ടേഷൻ. എന്താണ് പൈൽ ഫൗണ്ടേഷൻ? എന്താ പൈലുകൾ? കോൺക്രീറ്റ് പൈലുകൾ കണ്ടിട്ടില്ലേ? ഇത് താഴെ കണ്ടോ കണ്ടോ ഇത് എക്സ്റ്റൻഷൻ ഇട്ട് കാണിച്ചിട്ടുള്ളതാണ്. കണ്ടോ കോൺക്രീറ്റ് പൈലുകൾ കണ്ടോ? പൈൽ ഫൗണ്ടേഷനിൽ മുകളിൽ എന്താണ്, കോൺക്രീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എന്താണ്, ബ്രിക്കിൻ്റെ ഫൗണ്ടേഷൻസ് വരുന്നുണ്ട്. മുകളിൽ ഗ്രൗണ്ട് ലെവലിൽ മുകളിൽ ബേസ്മെൻറ്റ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? പൈലുകളായിരിക്കും താഴെ ഉണ്ടായിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഫിഗർ കാണിച്ചു തന്നാണ്. കണ്ടോ പൈലുകൾ? താഴേക്ക് പൈലുകൾ നല്ല നല്ല ഡെപ്തിൽ പൈലുകൾ ചെയ്തിരിക്കുകയാണ്. മുകളിൽ പൈൽ ക്യാപ്പ്, അത് കോൺക്രീറ്റിൻ്റെ ആയിരിക്കും ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ പറയുന്ന പോലെ നോർമലായിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ലോഡുകൾ വരുന്നു. നമുക്കിതിന് താഴേക്ക് പൈലുകൾ അടിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താ? താഴെ എത്തും തോറും എന്തായിരിക്കും, സോയിലിൻ്റെ നേച്ചർ മാറി വരും. അതായത് സോയിലിന് എന്താണ്, ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും താഴേക്ക് പോകും തോറും കേട്ടോ. അതുകൊണ്ടാണ് പൈലുകൾ താഴേക്ക്
ചെയ്യുന്നത്. എന്താണ് മുകളിൽ ലോ ഡെൻസിറ്റി ആയിരിക്കും, ഒരു മീഡിയം ലെവൽ എത്തുമ്പോൾ എന്താണ് മീഡിയം ഡെൻസിറ്റി, ഏറ്റവും താഴേക്ക് വരുമ്പോൾ എന്താണ് ഹൈ ഡെൻസിറ്റി. അതുകൊണ്ടാണ് പൈലുകൾ നമ്മൾ അത്രയും താഴ്ത്തി കൊടുക്കുന്നത്. എന്താണ് കൂടുതൽ ലോഡ് ബെയർ ചെയ്യാനായിട്ട് പറ്റും. പൈൽ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കിയാലോ. പൈൽ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദി ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. എന്താണ് ഒരു ഫൗണ്ടേഷൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാനാണ് നമ്മൾ പൈലുകൾ ഫൗണ്ടേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻക്രീസ് ദി ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈലുകൾ എവിടെയാണ് ഏറ്റവും താഴെ എന്നല്ല, സോയിലിൻ്റെ കൂടുതൽ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള പൊസിഷനിലാണ് ഈ പൈലുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഫൗണ്ടേഷൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് പൈലുകൾ ഹെൽപ്പ് ചെയ്യും. പൈൽ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദി ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. പൈൽ ആർ മെയ്ഡ് ഓഫ് ടിമ്പർ, കോൺക്രീറ്റ്, സ്റ്റീൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. എന്തൊക്കെ വെച്ച് നമുക്ക് പൈലുകൾ ചെയ്യാം? ടിമ്പർ പൈൽ, കോൺക്രീറ്റ്, സ്റ്റീല്, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാം? പൈലുകൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ആ ഫിഗർ നേരത്തെ കാണിച്ചു തന്ന ഫിഗർ മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അടുത്ത എന്താണ്? ഓരോ പോയിന്റ്സ് നോക്കാം. സൂപ്പർ സ്ട്രക്ചർ ലോഡ് ഈസ് ഹെവി ആൻഡ് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. എന്താണ് ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യാം? പൈൽ ഫൗണ്ടേഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യാം? സൂപ്പർ സ്ട്രക്ചർ ലോഡ് ഈസ് ഹെവി. സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡ് ഹെവി ആയിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൂടുതലുള്ള സാഹചര്യത്തിൽ. അതുപോലെ തന്നെ എന്താണ് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. എന്താണ് സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡ് ഒരിക്കലും ഈക്വലി ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോവാത്ത സിറ്റുവേഷനിൽ. എന്താണ് എല്ലാ ലോഡ്സും ഒരുപോലെ ഫൗണ്ടേഷനിലേക്ക് വരാത്ത സിറ്റുവേഷനിൽ. ചിലപ്പോൾ ലോഡ് കൂടുതലുള്ള ഏരിയ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ലോഡ് കുറവുള്ള ഏരിയ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് കൂടുതലുള്ള ഏരിയയിലേക്ക് എന്ത് സംഭവിക്കും? ഫൗണ്ടേഷന് സെറ്റിൽമെൻറ്റ് സംഭവിക്കും. അങ്ങനെ സെറ്റിൽമെൻറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈൽ ഫൂട്ടിങ് അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത്. അതായത് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാത്ത സാഹചര്യത്തിൽ. ചില സ്ഥലത്ത് ലോഡ് കൂടുതലുണ്ടായിരിക്കില്ലേ, ചില സ്ഥലത്ത് കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ലോഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ സെറ്റിൽമെൻറ്റ് സംഭവിക്കാതിരിക്കാൻ, ഫൗണ്ടേഷന് സെറ്റിൽമെൻറ്റ് സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യും? നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ചെയ്തു കൊടുക്കും. ക്ലിയർ അല്ലേ? ആ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ടോപ്പ് സോയിൽ ഈസ് പുവർ. എന്താണ് നമ്മൾ പറഞ്ഞു, താഴേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കപ്പാസിറ്റി വരുന്നത്, സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ടോപ്പ് ലെയറിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ഫൗണ്ടേഷൻസ് ഒരു വിധം ടോപ്പ് ലെയറിലാണ് ചെയ്യണതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ടോപ്പ് ലെയറിലെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കുറവാണ്. അത്തരത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? താഴെ പൈലുകൾ ചെയ്തു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻസ് ചെയ്യും. അതായത് കോൺക്രീറ്റ് ആയിരിക്കാം, സ്റ്റീലായിരിക്കാം, ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? വാട്ടർ ലെവൽ ഓഫ് സബ് സോയിൽ ബീയിങ് ഹൈ. എന്താണ് വാട്ടർ ലെവല് ഹൈ ആയിട്ടുള്ള സിറ്റുവേഷനിൽ. എന്താണ് വാട്ടർ ലെവല് ഹൈ ആയിട്ടുള്ള സിറ്റുവേഷൻ? എന്താണ് നമ്മൾ ചില സ്ഥലങ്ങൾ കണ്ടില്ലേ, കുറച്ച് കുഴിക്കുമ്പോഴേക്കും വെള്ളം കാണും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട പ്ലോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ലെവലൊക്കെ ചോദിക്കും. എത്ര കോല് കുഴിക്കുമ്പോഴാണ് വെള്ളം കാണാറ്, അതൊക്കെ ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? അതായത് സാധാരണ നോർമലി നമ്മൾ അങ്ങനെ ചോദിക്കും, എത്രയാണ് ഇവിടുത്തെ വാട്ടറിൻ്റെ ലെവൽ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കിണറോ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് വേനൽക്കാലാണെങ്കിൽ ഇത്രത്തോളം വെള്ളമുള്ളൂ, മഴക്കാലാകുമ്പോൾ എത്രത്തോളം വെള്ളം നിൽക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ടർ ലെവൽ ഓഫ് സബ് സോയിൽ ബീയിങ് ഹൈ. എന്താണ് വാട്ടർ ലെവല് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും?
ഫൗണ്ടേഷൻ നമുക്ക് അധികം എക്സ്കവേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ്, അപ്പോഴേക്കും ചിലപ്പോൾ വെള്ളം വരും. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? പൈലുകൾ ചെയ്യും. അത് കൂടുതൽ നമ്മൾ കണ്ടില്ല, ബ്രിഡ്ജിലൊക്കെ പൈലുകളാണ് ചെയ്യുക. കൾവേർട്ടുകൾ അവിടെയൊക്കെ പൈലുകളാണ് ചെയ്യുക താഴെ. ഓക്കെ, അടുത്ത എന്താണ്? ടിമ്പറിങ് ആൻഡ് സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ. എന്താണ്? ടിമ്പറിങ് ചെയ്യാത്ത സിറ്റുവേഷൻ, ടിമ്പറിങ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ. സ്ട്രിപ്പ് എന്താ? ഞാൻ ഇന്നലെ വരച്ച് കാണിച്ചു തന്നു ഓരോ സ്ട്രിപ്പുകളായിട്ട്. സ്ട്രാപ്പ് ഫൗണ്ടേഷൻ, ഓരോ സ്ട്രിപ്പ് ഫൗണ്ടേഷൻസ്. ഇത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുക? പൈൽ ഫൗണ്ടേഷൻ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ടിമ്പറിങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ചെയ്താൽ മതി. അടുത്ത പോയിന്റ് എന്താണ്? ഫോർ കൺസ്ട്രക്ഷൻ നിയർ ദി സീഷോർ ഓർ റിവർ ബെഡ്. എന്താണ്? കടൽ തീരങ്ങളിൽ, അതുപോലെ റിവർ ബെഡ്, അതായത് എന്താണ്, പുഴയുടെ തീരങ്ങളിലൊക്കെ അവിടെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? പൈൽ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക. കാരണം എന്താ? അവിടുത്തെ വാട്ടറിൻ്റെ ലെവല് ഹൈ ആയിരിക്കും. അതായത് ഈ പോയിന്റും കണക്റ്റഡ് ആണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റും അഞ്ചാമത്തെ പോയിന്റും കണക്റ്റഡ് ആണ്. അതായത് സബ്സോയിലിൻ്റെ വാട്ടർ ലെവല് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, സീഷോർസും അതുപോലെ റിവർ ബെഡും ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലും പൈൽ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക. ഇതാണ് പൈൽ ഫൗണ്ടേഷൻ്റെ ഫിഗർ വരുന്നത്. പൈലുകൾ താഴെ, മുകളിൽ കോൺക്രീറ്റിൻ്റെ ലെയർ വരും. കണ്ടോ? അത് എക്സ്റ്റൻഷൻ കാണിച്ചിരിക്കുന്നതാ. നമ്മൾ അതായത് ഒരെണ്ണം ഇങ്ങനെ വരച്ച് താഴേക്കും ഉണ്ടെന്നുള്ളതില്ലേ, ആ ഡിസ്റ്റൻസ് ശരിക്കും നമുക്ക് അത്രയും ഹൈറ്റ് വരയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മളിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഇട്ട് കൊടുക്കും. അത് എക്സ്റ്റൻഷൻ കാണിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിഗറിൽ ക്ലിയർ ആവുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. കണ്ടോ? എക്സ്റ്റൻഷൻ മാർക്കാണത്. കണ്ടോ? ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കില്ലേ, അതങ്ങനെ കാണിച്ചിട്ടുള്ളതാണേ. കണ്ടോ? അത് കൂടുതൽ ലോഡ് വരുമ്പോൾ എന്ത് മാറ്റം വരുത്തും? നമ്മൾ ഇതിന് ലെങ്ത്തും കൂട്ടി കൊടുക്കും. പൈലുകളുടെ ലെങ്ത്ത്, അതായത് ഡെപ്ത് നമ്മൾ കൂട്ടി കൊടുക്കും. ആ, ഇതിപ്പോൾ നമുക്കിങ്ങനെ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ 3 എണ്ണം കാണുന്നുണ്ടായിരിക്കുള്ളൂ. ആ ഒരു റോയിൽ തന്നെ ഒരുപാട് പൈലുകൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ പുറകിലായിട്ട്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ കാണുള്ളൂ. കണ്ടോ? ഇതാണ് പൈൽ ഫൗണ്ടേഷൻ വരുന്ന പൈലുകൾ വരുന്നുണ്ട്. മുകളിൽ കോൺക്രീറ്റ്, അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ ബേസ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിരിക്കും നമുക്ക് എന്ത് വരിക? ലോഡ് വരിക, സ്ട്രക്ചറിൻ്റെ ലോഡുകൾ വരിക കേട്ടോ. അതെ, നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫൗണ്ടേഷൻ്റെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഫൗണ്ടേഷൻ അവസാനിക്കുകയാണ്. ഫൗണ്ടേഷൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. ആ, ഫൗണ്ടേഷൻ ചാപ്റ്റർ ഉള്ളൂ.